ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജ്യത്തിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങളും ലോഗോകളും മതപരവും വിഭാഗീയവുമായ ചിഹ്നങ്ങളും വാണിജ്യപരമായി ഉപയോഗിക്കുന്നതിന് സൗദി അറേബ്യ കർശന നിരോധനം ഏർപ്പെടുത്തി. വാണിജ്യമന്ത്രി ഡോക്ടർ മജീദ് അൽ ഖസബിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിച്ചത്. ദേശീയ ചിഹ്നങ്ങളുടെയും മത ചിഹ്നങ്ങളുടെയും പവിത്രത സംരക്ഷിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയെ ഇത് പ്രതിഫലിപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. വാണിജ്യ ഉൽപ്പന്നങ്ങൾ, പ്രൊമോഷണൽ മെറ്റീരിയലുകൾ, മറ്റ് വാണിജ്യ ഇടപാടുകൾ എന്നിവയിൽ ദേശീയമോ മതപരമോ വിഭാഗീയമോ ആയ ചിഹ്നങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ നിന്നും ബിസിനസ് സ്ഥാപനങ്ങളെ വിലക്കുന്നതാണ് പുതിയ ഉത്തരവ്. നിയമം ലംഘിക്കുന്നവർക്ക് സൗദി അറേബ്യയുടെ മുനിസിപ്പൽ ശിക്ഷാ നടപടികൾ പ്രകാരം പിഴകൾ ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്ന് അധികൃതർ അറിയിച്ചു. തീരുമാനം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 90 ദിവസത്തിനു ശേഷം നടപ്പിലാക്കി തുടങ്ങും. അതുവരെയുള്ള ഗ്രേസ് പീരീഡിൽ നിലവിൽ ഇത്തരം ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ക്രമക്കേടുകൾ തിരുത്താനും പുതിയ ചിഹ്നങ്ങളും ലോഗോകളും സ്വീകരിക്കാനും മതിയായ സമയം ലഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഈ സമയത്തിനുള്ളിൽ പുതിയ നിയമങ്ങളുമായി പൊരുത്തപ്പെടാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും. സൗദി അറേബ്യയുടെ ഔദ്യോഗിക ചിഹ്നങ്ങൾക്കും ലോഗോകൾക്കും പുറമെ മറ്റ് രാജ്യങ്ങളുടെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ഈ ഉത്തരവ് പ്രകാരം വിലക്കുണ്ടാകും. ദുബൈയിലെ റോഡ് ശൃംഖല വിപുലീകരിക്കാനുള്ള പുതിയ പദ്ധതിയുമായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി രംഗത്ത്. 4 അയൽപക്കങ്ങളിലേക്ക് പുതിയ റോഡുകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു പദ്ധതി ലോഞ്ച് ചെയ്യുന്നതായി RTA പ്രഖ്യാപിച്ചു. പദ്ധതി പൂർത്തിയാകുന്നതോടെ ഇതുവഴിയുള്ള യാത്രാ സമയം 80% വരെ കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും RTA അറിയിച്ചു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്, എമിറേറ്റ്സ് റോഡ്, ഷെയ്ഖ് സായിദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ സ്ട്രീറ്റ്, എസ സ്ട്രീറ്റ് എന്നിവിടങ്ങളിലായാണ് നവീകരിച്ച എൻട്രി എക്സിറ്റ് പോയിന്റുകൾ നിർമ്മിക്കുന്നത്. രാജ്യത്തെ റെയിൽവേ മേഖലയെ കൂടുതൽ പ്രാദേശികവൽക്കരിക്കാനുള്ള നടപടികളുമായി സൗദി. ഇതിന്റെ ഭാഗമായി സൗദി റെയിൽവേ കമ്പനി പ്രത്യേക പരിപാടികൾ ആരംഭിക്കുമെന്ന് കമ്പനി CEO ഡോക്ടർ ബാഷർ അൽ മാലിക് അറിയിച്ചു. സൗദി ഗതാഗത ലോജിസ്റ്റിക്സ് മന്ത്രിയും സൗദി റെയിൽവേ കമ്പനി ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ എഞ്ചിനീയർ സാലിഹ് അൽ ജാസറിന്റെ നേതൃത്വത്തിൽ നവംബർ 20-21 തീയതികളിൽ റിയാദിൽ നടക്കുന്ന സൗദി ഇന്റർനാഷണൽ റെയിൽവേ കോൺഫറൻസിന്റെ ആദ്യ പതിപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുമെന്നും അദ്ദേഹം അറിയിച്ചു. റെയിൽവേ മേഖലയിലെ പ്രാദേശിക അന്തർദേശീയ തലങ്ങളിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളും നൂതന ആശയങ്ങളും സമ്മേളനം അവലോകനം ചെയ്യും. റെയിൽവേ മേഖലയിൽ പ്രാദേശിക ചെലവ് നിരക്ക് 50% കൈവരിക്കാൻ കഴിഞ്ഞ വർഷം സാധിച്ചു. 2025 മേഖലയിലെ പങ്കാളികളുമായി സഹകരിച്ച് ഇത് 60% ഉയർത്താൻ ലക്ഷ്യമിടുന്ന പദ്ധതികളാണ് പുതുതായി നടപ്പിലാക്കുക എന്നും അൽ മാലിക് കൂട്ടിച്ചേർത്തു. റെയിൽവേ മേഖലയിലെ വ്യക്തമായ ലക്ഷ്യങ്ങളും നിക്ഷേപ സാധ്യതകളും കോൺഫറൻസിൽ പ്രഖ്യാപിക്കും. രാജ്യത്തിനുള്ളിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട പുതിയ ഫാക്ടറികൾ സ്ഥാപിക്കുക, സേവനങ്ങൾ പ്രാദേശികവൽക്കരിക്കുക, റെയിൽവേ വ്യവസായത്തിലെ പ്രധാന കമ്പനികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അറിവും സാങ്കേതിക വിദ്യകളും കൈമാറുക എന്നിവയും ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കും. രാജ്യത്തെ സ്വകാര്യ മേഖലയെയും ചെറുകിട ഇടത്തരം സംരംഭങ്ങളെയും ശാക്തീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യാൻ പുതിയ പദ്ധതികൾക്ക് കഴിയുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. ട്രെയിനുമായി ബന്ധപ്പെട്ട വിവിധ ഘടകങ്ങളുടെ പ്രവർത്തനവും പരിപാലനവുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളെ പ്രാദേശികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് സമീപ വർഷങ്ങളിൽ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുവൈറ്റ് മന്ത്രിസഭ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയ കരട് നിയമത്തിൽ പ്രവാസി ജീവനക്കാർക്ക് കൂടുതൽ സംരക്ഷണം ലഭിക്കുമെന്ന് വിലയിരുത്തൽ. രാജ്യത്ത് മനുഷ്യക്കടത്ത് തടയുന്നതിനും വിദേശികളുടെ താമസത്തിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള നിർണായക നിയമത്തിന് കുവൈറ്റ് മന്ത്രിമാരുടെ കൗൺസിൽ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു. വിസ വ്യാപാരം ഇല്ലാതാക്കുക, തൊഴിലുടമയുടെ ദുരുപയോഗം പരിഹരിക്കുക, വിദേശ റെസിഡൻസി, തൊഴിൽ അവകാശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾക്ക് കടുത്ത ശിക്ഷകൾ ചുമത്തുക എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് പുതിയ നിയമം. പുതിയ നിയമത്തിലെ ചില പ്രധാന വ്യവസ്ഥകൾ ഇനി പറയുന്നു. റെസിഡൻസി വ്യാപാരം നിരോധനം. കുവൈറ്റിലെ വിസ വ്യാപാരത്തെ ചെറുക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത നിരവധി നടപടികൾ പുതിയ നിയമം അവതരിപ്പിക്കുന്നുണ്ട്. റെസിഡൻസി പെർമിറ്റുകൾ, എൻട്രി വിസകൾ അനുവദിക്കുന്നതിനും വിസ പുതുക്കുന്നതിനും പകരമായി പേയ്മെന്റുകൾ വാഗ്ദാനം ചെയ്യുന്നതോ
സ്വീകരിക്കുന്നതോ പോലുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾക്കായി വിദേശ റിക്രൂട്ട്മെന്റ് സംവിധാനത്തെ ഉപയോഗിക്കുന്നത് പുതിയ നിയമം നിയമവിരുദ്ധമാക്കുന്നു. തൊഴിലുടമയുടെ നിയന്ത്രണങ്ങൾ. തൊഴിൽ പെർമിറ്റിന്റെ പരിധിക്കപ്പുറമുള്ള ജോലികളിൽ ഏർപ്പെടാൻ വിദേശ തൊഴിലാളികളെ നിർബന്ധിക്കുന്നതിൽ നിന്നും തൊഴിലുടമകളെ വിലക്കുന്നതാണ് പുതിയ നിയമത്തിലെ മറ്റൊരു സുപ്രധാന വ്യവസ്ഥ. കൂടാതെ തൊഴിലാളികളുടെ വേതനം തടഞ്ഞുവെക്കുന്നതും ഇതുപ്രകാരം നിയമവിരുദ്ധമാകും. തൊഴിലുടമയുടെ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നും ജീവനക്കാർക്ക് കൂടുതൽ സംരക്ഷണം നൽകുന്നത് നിയമത്തിലെ മറ്റൊരു വ്യവസ്ഥയാണിത്. പ്രവാസികൾക്കുള്ള പാർപ്പിട തൊഴിൽ ചട്ടങ്ങൾ. പുതിയ ഉത്തരവ് പ്രകാരം പ്രവാസികൾക്ക് താമസമൊരുക്കുകയും ജോലി നൽകുകയും ചെയ്യേണ്ടത് സ്പോൺസർമാരാണ്. അവരുടെ റെസിഡൻസ് വിസ സാധുവായാലും കാലഹരണപ്പെട്ടാലും സ്പോൺസർ അല്ലാത്തവർ പ്രവാസികൾക്ക് താമസമോ ജോലിയോ നൽകാൻ പാടില്ല. കൂടാതെ അനധികൃത താമസക്കാർക്ക് വസ്തുവകകൾ വാടകയ്ക്ക് കൊടുക്കുന്നതിൽ നിന്നും കെട്ടിട ഉടമകളും വിട്ടുനിൽക്കണം. സ്പോൺസർമാരുടെ ഉത്തരവാദിത്തങ്ങൾ. ഒരു വിദേശ തൊഴിലാളിയുടെ വിസ അല്ലെങ്കിൽ താമസ കാലാവധി അവസാനിക്കുകയും അവർ രാജ്യം വിടാതിരിക്കുകയും ചെയ്താൽ സ്പോൺസർമാർ പുതിയ നിയമപ്രകാരം ആഭ്യന്തര മന്ത്രാലയത്തെ അക്കാര്യം അറിയിക്കേണ്ടതുണ്ട്. അനധികൃത താമസക്കാർ രാജ്യത്ത് വർദ്ധിച്ചു വരുന്നത് തടയുന്നതിനാണ് ഈ നടപടി. പുതിയ നിയമം ലംഘിക്കുന്ന വ്യക്തികൾക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ കൈക്കൊള്ളണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. റെസിഡൻസി നിയമങ്ങൾ ലംഘിക്കുന്ന പ്രവാസികളെ നാട് കടത്തുന്നതിനും പുറത്താക്കുന്നതിനുമുള്ള വ്യക്തമായ നടപടിക്രമങ്ങൾ പുതിയ നിയമം മുന്നോട്ട് വയ്ക്കുന്നു. മനുഷ്യക്കടത്ത് തടയുന്നതിന്റെ ഭാഗമായി തൊഴിലുടമകളുടെ അംഗീകാരമില്ലാതെ തന്നെ അവരെ മാറ്റാൻ തൊഴിലാളികളെ പുതിയ നിയമം അനുവദിക്കുന്നുണ്ട്. അവർക്ക് രാജ്യത്തു നിന്നും പുറത്തു പോകുന്നതിനുള്ള സൗകര്യവും പുതിയ നിയമം നൽകുന്നു. മനുഷ്യക്കടത്ത് തടയുന്നതിന്റെ ഭാഗമായി റിക്രൂട്ട്മെന്റ് ഏജൻസികളെ നിരന്തരമായ പരിശോധനകൾക്ക് വിധേയമാക്കും. തൊഴിലാളികളുടെ പാസ്പോർട്ട് പിടിച്ചുവെക്കുന്ന തൊഴിലുടമകൾക്ക് ശക്തമായ പിഴകൾ പുതിയ നിയമം ശുപാർശ ചെയ്യുന്നു. തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് ഫീസ് നിർത്തലാക്കൽ, ഗാർഹിക തൊഴിലാളി മേഖലയുടെ മേൽനോട്ടം വർദ്ധിപ്പിക്കൽ എന്നിവയും ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.